ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വഴുതിനങ്ങേൻ്റെ കറിയാണ്. അപ്പോൾ വഴുതിനങ്ങ നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവരും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. നമ്മൾ ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയാണ്. അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു വ്യത്യസ്ത തരം കറി ഉപയോഗിച്ച് നോക്കുക. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ടേസ്റ്റ്. അത്രയും ടേസ്റ്റാണ്. നമുക്ക് ചോറിന് ആയാലും സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കറി തന്നെയാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന വെജിറ്റബിൾസിലൊക്കെ ഉണ്ടാവുന്ന ഒരു കറി, ഒരു ഐറ്റമാണ് വഴുതിന. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനായിട്ട് ഞാനിവിടെ 2 വഴുതിനയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പച്ച വഴുതിനങ്ങ വേണമെങ്കിൽ അതെടുക്കാം. ഞാൻ ഇപ്പോൾ സാധാരണ ഈ വഴുതിനങ്ങയാണ് എടുത്ത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇതുപോലെ ഞാനെല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അത് 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പം നമ്മൾ സാധാരണ ഫിഷിലൊക്കെ വറുക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും അറിയാലോ, അളവിനനുസരിച്ചിട്ട് എടുക്കുക. വഴുതിനേൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അനുസരിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഗരം മസാലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഈ വഴുതിനയിലെല്ലാം ഒന്ന് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇത് വഴുതിനങ്ങ എല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ 1 സ്പൂണും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെക്കുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ദോശക്കല്ല് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് വഴുതിന ഒരേ സമയം ഫ്രൈ ചെയ്ത് കിട്ടും. ഞാനൊരു ദോശക്കല്ല് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വഴുതിന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് നമുക്കൊന്നൊന്ന് മറച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ 2 ട്രിപ്പും ഞാൻ ഈ വഴുതിന ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ട്രിപ്പ് കുറച്ച് ഡാർക്കായിപ്പോയി. ഇതുപോലെ ഇത്ര ഡാർക്ക് ആവണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള 2ാമത്തെ ട്രിപ്പായിട്ടോ. ഇതുപോലെ 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കുറച്ചധികം വഴുതിന, 2 വഴുതിന വെച്ചാൽ കുറച്ച് നല്ല വലിയ വഴുതിനങ്ങ ആയതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. ഇനി ഞാനിത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാം കേട്ടോ. ആ ഫ്രൈ ചെയ്യുന്ന ടൈം മാത്രമേ കുറച്ച് എക്സ്ട്രാ വരുന്നുള്ളൂ. ബാക്കി കറിയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഇടുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്ക് നമുക്കൊരു കുറച്ച് പച്ചമുളക് ഇടണം. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണമൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണ ഇട്ടിട്ടുള്ളൂ. ഞാൻ എരിവ് വളരെ കുറവായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് 2 എണ്ണ ഉപയോഗിച്ചത്. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളകും കുരുമുളകും ഒക്കെ നിങ്ങളെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് നാളികേരപ്പാലാണ് ഞാനിവിടെ എടുത്തത്. നാളികേരത്തിന് 2ാം പാലാണ് എടുത്തത് കേട്ടോ. ആദ്യത്തെ പാല് അല്ല, 2ാം പാലാണ് എടുത്തത്. അത് ഒരു 1/2 കപ്പ് എടുത്തിട്ട് സവാള ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി എടുക്കണം. കോൺഫ്ലവർ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്നത് മിക്സ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉപയോഗിക്കാനല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഉള്ളി നന്നായിട്ട് ഈ നാളികേരപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വഴുതിനങ്ങയിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത്. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത വഴുതിന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
ഒന്ന് ഇളക്കിയിട്ട് ആ നാളികേരപ്പാലിലൊന്ന് ഇത് മുങ്ങി വരത്തക്ക വിധത്തിലൊന്ന് മുങ്ങി വെക്കുക കേട്ടോ. നല്ലോണം അമർത്തി വെക്കുക. അപ്പം 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് ഈ നാളികേരപ്പാലിൽ കിടന്നിട്ട് ഈ വഴുതിന ഒന്ന് വെന്ത് വരണം. വേവാനൊന്നുമില്ല, വെന്ത് കഴിഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നാളികേരപ്പാലിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടുക കേട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാൻ വെക്കുന്നുണ്ട്. വെന്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് നമുക്ക് 1-ാം പാലത്തിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ 1-ാം പാലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇളക്കുമ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കാൻ നോക്കുക. അതേസമയം തന്നെ നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലോർ ഉണ്ടല്ലോ, കോൺഫ്ലോർ ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കഷ്ണം ഉടയാതെ വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് ക്യാപ്സിക്കം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഭംഗിക്കാണ് ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള കറികളൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ കോൺഫ്ലവർ നമ്മൾ കട്ടിക്ക് അനുസരിച്ച് നമ്മൾ എങ്ങനെ തിക്നെസ് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഈ 2 സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ കോൺഫ്ലവർ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രേവി തിക്ക് ആവുന്ന വരെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കോൺഫ്ലവർ മുഴുവനായിട്ട് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അവസാനം ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ കറിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് മൺചട്ടി ആയത് കാരണം തന്നെ നന്നായിട്ടൊന്ന് ഗ്യാസ് ഓഫ് ചെയ്താലും ഒന്ന് തിളച്ച് വരും. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വരുമ്പോഴേക്ക് നമുക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്താൽ മതി. കുറച്ച് ഓയിലില്ലേ, നമ്മളെ വെളിച്ചെണ്ണ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച്, പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂവി കുറച്ച് കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റുള്ള നമ്മളെ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നും നമ്മൾ ഈ കടലക്കറി, ചെറുപയർ കറി, പിന്നെ നമ്മൾ പട്ടാണിക്കറി, സ്റ്റൂ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു വ്യത്യസ്ത രീതിയിലുള്ളൊരു കറി തന്നെയാണല്ലോ. അപ്പോൾ എന്നും ഒരേ ടേസ്റ്റുള്ള കറി എല്ലാവർക്കും അടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ കറിയാണ്. നമ്മൾ നോണില്ലെങ്കിലും ഈ വെജിറ്റബിൾ കറി നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അത്ര നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൽ നാളികേരപ്പാലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നാളികേരപ്പാലിൻ്റെ ടേസ്റ്റും വെളിച്ചെണ്ണയും ഒക്കെ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് മസാലകളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. കുറച്ച് ഗരം മസാലപ്പൊടി ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ചപ്പാത്തിയുടെ കൂടെ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറി നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വഴുതിന, നമ്മൾ അധികം ആൾക്കാരും വഴുതിന മേടിക്കാറില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വഴുതിന മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ എടുത്ത് വരും. അതുവരേക്കും ബൈ.